നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഊട്ടിയിലാണ് കേട്ടോ ഇന്നത്തെ യാത്ര പോകുന്നത്. സോ ഹൈ ഗൈസ്, ഞാനിപ്പോൾ കോയമ്പത്തൂർ എത്തി. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആര്യഭവനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഭയങ്കര കോലമൊക്കെ. ഇവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു. ഒരു മിനി ടിഫിനാണ് ഓർഡർ ചെയ്ത്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളവിടെ ഹോസ്റ്റ് ചെയ്തത് മിസ്റ്റർ റിതേഷും വൈഷ്ണവിയാണ്. താങ്ക് യു റിതേഷ് ആൻഡ് വൈഷ്ണവി. അവർക്കൊരു ഇതാണ് റിതേഷ്, ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് യാത്ര പോകണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഇവിടെ നിന്നും കോയമ്പത്തൂരിൽ നിന്നും ബസ്സിൽ ആടസോലി പോകുന്നതാണ് വൈബ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബസ് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. സോ നമ്മൾ ഒരു ക്യാബ് എടുത്തിട്ടാണ് പോയത്. ബസ്സിൽ പോകുന്ന വേറെ രസമാണ് ഇളയരാജ പാട്ട്. ഹലോ, അപ്പോൾ ഞാൻ ഊട്ടിയിൽ എത്തി. ഊട്ടിയിൽ നിന്ന് നമ്മളൊരു ഓട്ടോ എടുത്തിട്ട് ആടസോലെ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്, കാണാമോ? ആടസോലയിലെത്തി. ഇവിടുന്ന് വൈൽഡ് വൈബ്സിന്റെ ആ റിസോർട്ട്, ആ ഒരു എ ഫ്രെയിം, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ജീപ്പ് വന്നു കഴിഞ്ഞു. ജീപ്പ് വന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ എത്തി. വേറൊരു ഗസ്റ്റിനും കൂടെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ മറ്റേ വൈൽഡ് വൈബ്സ് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. നോക്കി ഇവിടുത്തെ ഈ സ്ഥലം ആടസോലെ എന്ത് രസമാണ് നോക്കി. ക്ലൗഡ്സ് ഒക്കെ എന്ത് ഭംഗിയാണ്. കോട ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് ചെറുതായിട്ട് കോടയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആടസോലയിലെ വേറൊരു പ്ലേസ് ആണേ. നമുക്ക് ഭയങ്കര കാറ്റാണ് ഇവിടെ. കാറ്റ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് കാറ്റ്, ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ നിന്ന് ഉടനെ തന്നെ നമ്മൾ നമ്മുടെ വൈൽഡ് വൈബ്സിന്റെ പ്രോപ്പർട്ടിയിലേക്കുള്ള യാത്രയായി. ഇതാണ് ആ ഒരു ഓഫ് റോഡ് പോകുന്നത്. ഇതൊരു 45 മിനിറ്റ്സോളം ഉണ്ട് കേട്ടോ ഈ യാത്ര. ഇടയ്ക്കൊന്നും വണ്ടി നിർത്തത്തില്ല. അവർ പറഞ്ഞാൽ വൈൽഡ് ആനിമൽസ് ക്രോസ് ചെയ്യും. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഓൺ വെഹിക്കിളിലൊന്നും പറ്റത്തില്ല. ഇവരുടെ ഒരു ജീപ്പിനെ അതുവഴി പോകാനൊക്കെ പറ്റത്തുള്ളൂ. അത്ര റോഡ് മോശമാണ്. ഇതാണ് പ്രോപ്പർട്ടി എത്തിയത്. വൈൽഡ് വൈബ്സിന്റെ പ്രോപ്പർട്ടിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒത്തിരി ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് കാണാൻ. അടിപൊളി കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്. ഇവിടെ ക്രിക്കറ്റൊക്കെ കളിക്കാം. അടിപൊളി ഒരു ചായ, കോഫി, വട അതെല്ലാം കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഞാൻ അങ്ങോട്ടുള്ള സ്ഥലമൊക്കെ കാണാം. നമ്മുടെ റൂമിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ഇതൊരു കയറ്റാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ ഇതൊക്കെയാണ് മരങ്ങളും. അതിൻ്റെ ഉള്ളിലാണ് ഈ എ ഫ്രെയിം വരുന്നത്. അതിൻ്റെ ഇൻറ്റീരിയർ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അത് മാത്രമല്ല പുറത്തും ഉണ്ട് കേട്ടോ ഒരു സിറ്റിംഗ് ഏരിയ. നമ്മൾ 3 പേരാണ് പോയത്. ആക്ച്വലി 3 പേർക്ക് മേലെ എന്തായാലും ഇവിടുത്തെ ബെഡ്റൂമിൽ കിടക്കാൻ പറ്റും. ബട്ട് അവർ അഡീഷണൽ ബെഡും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റെപ്പ് കയറി വേണം ആ ബെഡ് കിടക്കുന്ന ആ ഏരിയയിലേക്ക് പോകാനായിട്ട്. ഇവിടെയൊക്കെ പുറത്തൊക്കെ നിൽക്കാനും ഭയങ്കര രസമായിരുന്നു കേട്ടോ, കാണാനൊക്കെ രാവിലെയൊക്കെ. ഡിന്നറൊക്കെ അവിടെ നിന്ന് നമ്മൾ എന്താ ഫുഡെന്ന് പറഞ്ഞാൽ അവർ കുക്ക് ചെയ്ത് സെർവ് ചെയ്യും, റൂമിൽ സെർവ് ചെയ്യും. അല്ലാതെ അവിടുത്തെ ആ ഒരു ഏരിയയിൽ പോയിരുന്ന് കഴിക്കുകയും ചെയ്യാം. ക്രിക്കറ്റൊക്കെ കളിക്കാൻ നല്ല സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. നല്ല ഈവനിങ് ആയപ്പോൾ നല്ല ചൂട് കട്ടനും പരിപ്പോടെയും ഒക്കെ, ആ ഒരു കാറ്റും തണുപ്പും ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ടും ഒക്കെ ആയപ്പോൾ ഗംഭീരമായി. അങ്ങനെ രാത്രി അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ എൻ്റെ ഈ ഫ്രെയിം വൈൽഡ് വൈബ്സിൻ്റെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു കുത്തനെ ഇറക്കാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല രസമായിട്ട് ഈ കാറ്റിന് ഈ തണുപ്പതിലൊക്കെ ഇടയിരുന്ന് അവിടെ നിന്ന് നല്ല ചൂട് ഇഡ്ഡലി, ചൂട് ഓംലെറ്റ്, ചൂട് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ വൈൽഡ് വൈബ്സിൽ ഫോറസ്റ്റ് എൻജോയ് ചെയ്യണം എന്നുള്ളവർ ഇവിടത്തേക്ക് തന്നെ പോവുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ, ടേക്ക് കെയർ.